പറയടി. ദോശ ഉണ്ടാക്കുക? അല്ല, എന്തേ? ഒന്ന് തിരിഞ്ഞ പറ. ഐശ്വര്യമായിട്ട് പിടിച്ചോ. 500 രൂപ? ഞാൻ നിനക്ക് തരാനുള്ള പൈസ അതേ തിരിച്ചു തന്നിട്ടുണ്ട്. എടി, പുതുവർഷമായപ്പോഴത്തേക്കും നീ നന്നാവാൻ തീരുമാനിച്ചോ? എന്റെ പൊന്നളിയ, എന്തായാലും ഇത് ഞാൻ തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയല്ലേ. അല്ല, എവിടുന്ന് കിട്ടിയതൊക്കെ? അയ്യടാ, എനിക്കൊരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. ആഹാ, എന്തായാലും താങ്ക്സ്. ഞാൻ പോയെന്നാ വിചാരിച്ചത് ഈ പൈസ. എന്താടി അങ്ങനെ? കടം വാങ്ങിക്കുന്ന സാധനങ്ങളെ കൃത്യമായി തിരിച്ചു കൊടുക്കുന്ന ശീലം ഈ ചാരുവിനുണ്ട്. അങ്ങനത്തെ ശീലം നീ അങ്ങനെ എടുത്തു പറയണ്ട. എല്ലാം നീ എനിക്ക് തിരിച്ചു തന്നിട്ടൊന്നും ഇല്ല. പിന്നെ അത് വിട്ടേക്ക്. ഞാൻ ഇനി എന്താ നിനക്ക് തിരിച്ചു തരാനുള്ളത്? എടി, അത് പോട്ടെ, കുഴപ്പമില്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. കടം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരും. എന്റെ അറിവില് നിനക്കൊന്നും ഇനി തരാനില്ല. തരാനുള്ള അവസാനത്തെ 500 ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അല്ലല്ല മോളെ, പറയാനാണെങ്കിൽ എടുത്തു പറയാം. 2021 സെപ്റ്റംബർ മാസം നീ എന്റെ 220 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? 2021. സമ്മതിക്കണോടി നിന്നെ. ഈ ചില്ലറ പൈസകളൊക്കെ ഓർത്ത് വെച്ചിരിക്കുവാണോ? എടി, ചില്ലറ പൈസ അത് ചില്ലറ കാര്യമാണോ? പല തുള്ളി പെരുവെള്ളം നിന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് നീ അതങ്ങനെ ചില്ലറ പൈസ ആയിട്ടൊന്നും കാണണ്ട. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓ, അങ്ങനെ നീ കണക്ക് കൂറാൻ തുടങ്ങുകയാണെങ്കിൽ നീയും പല സാധനങ്ങള് എനിക്കും തരാനുണ്ട്. എടി, ഞാനെപ്പോഴും നിന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചത് അതിന്? സാധനങ്ങൾ പോട്ടെ, പൈസയുടെ കാര്യമാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞുതരാം. നിനക്ക് ഓരോരുത്തരെ പ്രേമിക്കണം എന്ന് പറഞ്ഞിട്ട് ഐഡിയ തരുമോ? ഞാൻ പൈസ തരാൻ ചാരു എന്ന് പറഞ്ഞിട്ട് എത്ര എണ്ണം നീ എൻ്റെ മുക്കി പറ. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിന്റെ ഐഡിയ കണ്ടിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. എന്റെ പൊന്നു സിംഗിൾ മുത്തേ, അത് എന്റെ കുഴപ്പമല്ല, നിന്റെ കഴിവേടാണ്. എന്ത് കഴിവോട്? നിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ്ടേ? എടി ചാരു, ചുമ്മാ എന്നെ ഇൻസൾട്ട് ചെയ്യല് കേട്ടോ. എടി, എനിക്ക് വേണ്ടാത്തോണ്ട് ഞാൻ റിജക്ട് ചെയ്തതല്ലേ. ഓ, അങ്ങനെയാണല്ലേ. നീ പിന്നെ ഭയങ്കര സുന്ദരിയാണല്ലോ, ആൾക്കാർക്ക് പക്ഷെ അടി വെച്ചെന്നാലുണ്ടല്ലോ. എന്നേടി എനിക്ക് കുഴപ്പം? എനിക്ക് എന്താ കുഴപ്പമൊന്ന്? എടി, ഞാൻ സുന്ദരിയല്ലേ, ഭയങ്കര സ്റ്റൈലിഷ് അല്ലേ, അടിപൊളിയല്ലേ? പിന്നെ എന്നെ കിട്ടുന്നതിന്റെ ഭാഗ്യമല്ലേ. തർക്കിക്കാൻ എന്തായാലും ഞാനില്ല. അങ്കിളെ, അങ്കിളിനെ കണ്ടായിരുന്നോ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എടി, കണ്ടായിരുന്നോടി? ഞാനും കണ്ടില്ല. അല്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? വാഴപ്പണി പോയി നോക്കിയോ? ഇവിടെയാണോ? അങ്ങോട്ട് പോയാൽ മതി. അങ്കിളെ, പറയടി. എനിക്ക് തോന്നണേ ഈ പോയ ഐറ്റമേ കുറച്ച് ദുഃഖപുത്രി ടൈപ്പ് ഓഫ് ഒരു ഗേളാന്ന് തോന്നുന്നു. എടി, ഇവിടെ എന്തോ നാട്ടിലും അവിടെ വീട്ടിലും കേസ് കെട്ടുണ്ടാക്കി അവളെ നാട്ടുകാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. അല്ലാന്നുണ്ടെങ്കിൽ ഒളിച്ചോട്ടം. അത് ഉറപ്പാ. അവളെ കണ്ടാലേ അറിയാം ആളത്ര ശരിയല്ലെന്ന്. അതെനിക്കും തോന്നി. ഇവിടെ വന്ന ചെക്കനില്ലേ, ആ ചെക്കനായിട്ട് എന്തോ ഒരു ടിങ്കോളഫി ഉണ്ടെന്നാ തോന്നുന്നു. ഇടി, ഉണ്ട്. അത് നമ്മൾ കണ്ടതല്ലേ. അത് അവിടെ അവർ രണ്ടുപേരും കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലായിക്കോടെ ഉണ്ടെന്നുള്ളത്. എനിക്ക് ദോശ വേണം, നല്ല അടിപൊളി മുറിയ ദോശയാ. അടിപൊളി ദോശ. അതുകൊണ്ട് എനിക്ക് എന്തായാലും വേണ്ടടി, തന്നെ തന്നു. അതൊക്കെ പോട്ടെ, ദോശ അവിടെ ഇട്, നമുക്ക് വെളിയിൽ പോയിട്ട് വരാം. എനിക്ക് സാധനം മേടിക്കാൻ വരും. എൻ്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. എൻ്റെ പൊന്ന് ചാരു, നിനക്കറിയാമല്ലോ. ആകെ ഇവിടെ ഒരു 5ന്റെ പൈസയെങ്കിലും ഉള്ളത് നിനക്കാണ്. പിന്നെ നീ 10ന്റെ പൈസയുടെ കഥ എൻ്റെ അടുത്ത് പറയരുത്. എന്തായാലും പോട്ടെ, ഞാൻ ചെലവ് ചെയ്യാം. ബാ, ചിക്കൻ ഷവർമ വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരാം. ശരി, പോയി റെഡി ആയിട്ടാ. ഞാൻ പോയി ഫ്രഷ് ആയിട്ടോ. നീ മാറ്റണില്ലേ? എന്തിന്? ഞാൻ ഓൾറെഡി നല്ല സുന്ദരിക്കുട്ടിയായിട്ടല്ലേ നിൽക്കുന്നത്. ഓ, കേട്ടും അടുത്ത ദുരന്തം പറയണ്ടായിരുന്നു. പോയോ? പിന്നെ ഞാൻ ആർക്കെ കിടന്ന് ദോശ ഇടുന്നത്? പുളിച്ച ദോശയും വേറെ ജോലിയില്ല. അടച്ച് ഫ്രിഡ്ജ് വെച്ചേക്കാം.